എസ്.ഡി.പി.ഐയുടെ ദില്ലി ആസ്ഥാനം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക റെയ്ഡ്. കേരളത്തിൽ തിരുവനന്തപുരം, മലപ്പുറം ഉൾപ്പെടെ രാജ്യവ്യാപകമായി 12 ഇടങ്ങളിലാണ് ഇഡിയുടെ പരിശോധന നടന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരം എസ്.ഡി.പി.ഐ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, ഇന്ന് ഈ 12 ഇടങ്ങളിലെ റെയ്ഡിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസമാണ് ദേശീയ അധ്യക്ഷന്റെ ഓഫീസും വീടുമടക്കം റെയ്ഡ് ചെയ്യുകയും ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ഈ റെയ്ഡ് നടക്കുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ തന്നെ ഇഡി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴും എസ്.ഡി.പി.ഐക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. എസ്.ഡി.പി.ഐക്ക് പണം നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്, പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് എസ്.ഡി.പി.ഐ എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ ഇഡി അത് പരിശോധിക്കേണ്ട വിഷയമല്ല. ഇഡി പ്രധാനമായും ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടത്തുകയും ചെയ്തത്. ഇന്ന് റെയ്ഡ് എപ്പോഴാണ് ആരംഭിച്ചത്? എന്തെങ്കിലും ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ഇഡിക്ക് കിട്ടിയോ? ഇഡി ഉദ്യോഗസ്ഥർ എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നുണ്ടോ? സിജു, ഇന്നിപ്പോൾ രാവിലെയാണ് എസ്.ഡി.പി.ഐയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ 12 ഇടങ്ങളിലായി ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയത്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം എസ്.ഡി.പി.ഐയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുകയും ഇയാൾ ഇപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിൽ 6 ദിവസം ഇഡിയുടെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിലെ ഇഡിയുടെ എസ്.ഡി.പി.ഐയുടെ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ദില്ലിയിലെ മറ്റൊരു എസ്.ഡി.പി.ഐയുടെ ഓഫീസിലും കേരളത്തിലെ തിരുവനന്തപുരം, മലപ്പുറം എന്നിങ്ങനെ 2 ഇടങ്ങളിലും, അതുകൂടാതെ മഹാരാഷ്ട്ര കൂടാതെ നിരവധി ജാർഖണ്ഡ് അടക്കമുള്ള ബംഗളൂരു, കൊൽക്കത്ത, ചെന്നൈ അടക്കമുള്ള വിവിധ ഇടങ്ങളിലായി 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ഇതിൽ പ്രധാനമായും ഇഡി പറയുന്നത് ഈ MK ഫൈസിക്കും അല്ലെങ്കിൽ എസ്.ഡി.പി.ഐക്ക് എല്ലാം തന്നെയും ഈ കഴിഞ്ഞ തവണ 4 കോടിയോളം രൂപ ഇവരുടെ പക്കൽ നിന്നും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. ഇതിൽ ഈ എസ്.ഡി.പി.ഐയും പോപ്പുലർ ഫ്രണ്ടും ഒരേ പാർട്ടിയാണ്. 2022 നിരോധിച്ച ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ് എസ്.ഡി.പി.ഐ എന്ന് ഇപ്പോൾ ഇഡി കഴിഞ്ഞ ദിവസം പട്യാല കോടതി നൽകിയ ഒരു റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗൾഫിൽ നിന്നും അടക്കമുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവർക്ക് അനധികൃതമായി ഫണ്ട് എത്തിയിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ ഇഡി ഈ ഒരു കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോപ്പുലർ ഫണ്ടിന് ലഭിക്കുന്ന പണമെല്ലാം തന്നെയും എത്തിച്ചേരുന്നത് എസ്.ഡി.പി.യിലേക്കാണ്. ഈ പോപ്പുലർ ഫണ്ടും എസ്.ഡി.പി.ഐ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പോപ്പുലർ ഫണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ രൂപമാണ് എസ്.ഡി.പി.ഐ എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ എസ്.ഡി.പി.ഐയുടെ ഒരു നിരോധനത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നടപടി പോകുന്നു എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ. എന്തായാലും MK ഫൈസിയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വലിയ റെയ്ഡ് ഒരേ ഇടങ്ങളിൽ 12 ഇടങ്ങളിലായി റെയ്ഡ് തുടരുന്നത്. ഇതിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇഡി വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ദില്ലിയിലടക്കമല്ലാതെ തന്നെ ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ നടപടികളിലേക്ക് ഈ ഇഡി കിടക്കുന്നു. നമുക്കറിയാം 2022 മുതൽ തന്നെ ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന രീതിയിലെല്ലാം തന്നെയും ഈ പോപ്പുലർ ഫണ്ടിനെതിരെയുള്ള നടപടിയെല്ലാം തന്നെയും തുടരുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി നിരവധി പ്രവർത്തകരെ നേരത്തെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് നിരവധി ഏകദേശം 60 കോടിയിലധികം രൂപ കണ്ടെത്തിയെന്നെല്ലാം തന്നെയും ഇത്തരത്തിൽ അന്വേഷണ ഏജൻസി പറഞ്ഞു. അന്ന് NIA ആണ് ഈ അന്വേഷണം ആരംഭിച്ചത്. ഇതിലെ കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള കേസാണ് ഇഡി അന്വേഷിക്കുന്നത്. എങ്കിൽ പോലും ഇഡി വ്യക്തമാക്കുന്നത് ഈ എസ്.ഡി.പി.ഐയും പോപ്പുലർ ഫ്രണ്ടും ഒന്ന് തന്നെയാണ്. ഇവരെല്ലാം തന്നെയും ബാഹ്യതലത്തിലൊരു സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുമ്പോഴും ആഭ്യന്തര തലത്തിലൊരു ഇസ്ലാമിക പ്രസ്ഥാനമായാണ് മുന്നോട്ട് നീങ്ങുന്നുള്ള ആരോപണമാണ് ഇഡി ഉന്നയിക്കുന്നത്. സിജു, ശരി, ഇപ്പോൾ ദില്ലിയിൽ നിന്ന് സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.